അഹമ്മദാബാദിലെ സർദാർ വല്ലഭായ് പട്ടേൽ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ജപ്പാനിൽ നിന്ന് വിയറ്റ്നാം വഴി എത്തിയ ഒരു ഇന്ത്യൻ യാത്രക്കാരനാണ് തടഞ്ഞുവെച്ചത്. ബാഗേജ് സ്കാനിംഗിൽ സംശയം തോന്നിയതിനെ തുടർന്ന് വിശദമായി പരിശോധിച്ചപ്പോൾ 61 ഡിസൈനർ പേനകൾ കണ്ടെത്തുകയുണ്ടായി. മോൺ ബ്ലാങ്ക്, വിസ്കോണ്ടി തുടങ്ങിയ വളരെ വിലപിടിപ്പുള്ള പേനകളായിരുന്നു അവ. ചിലതിനൊക്കെ 40,000 രൂപയ്ക്ക് മുകളിലാണ് വില കണക്കാക്കുന്നത്. ആകെ പിടിച്ചെടുത്ത പേനകളുടെ മൂല്യം ഏകദേശം 30 ലക്ഷം രൂപയോളം വരുമെന്നാണ് പ്രാഥമിക നിഗമനം. യാത്രക്കാരൻ ഇത് ഡിക്ലെയർ ചെയ്യാതെ കസ്റ്റംസ് ഡ്യൂട്ടി വെട്ടിക്കാൻ ശ്രമിച്ചതാണെന്നാണ് കരുതുന്നത്. പിടിച്ചെടുത്ത പേനകളുടെ കൂട്ടത്തിൽ മോൺ ബ്ലാങ്ക്, വിസ്കോണ്ടി, പാർക്കർ, നക്കായ തുടങ്ങിയ പ്രശസ്തമായ ബ്രാൻഡുകൾ ഉൾപ്പെട്ടിരുന്നു. ഇവയിൽ ചിലതാകട്ടെ വളരെ അപൂർവമായ കളക്ടേഴ്സ് എഡിഷൻസുമായിരുന്നു. ഉദാഹരണത്തിന് വിസ്കോണ്ടി ഹോമോ സാപ്പിയൻസ് ലണ്ടൻ ഫോഗ് എന്ന മോഡൽ ലോകിലാകെ 888 പേനകൾ മാത്രമേ നിർമ്മിച്ചിട്ടുള്ളൂ. ഈ യാത്രക്കാരൻ ഒരു സുഹൃത്ത് ഇന്ത്യയിലേക്ക് എത്തിക്കാൻ കൊടുത്തുവിട്ടതാമെന്നാണ് പറയുന്നത്. കസ്റ്റംസ് ഡ്യൂട്ടി വെട്ടിക്കാനാണോ അതോ മറ്റെന്തെങ്കിലും കാരണമാണോ എന്ന് ഇപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രധാനമായും കസ്റ്റംസ് ഡ്യൂട്ടിയും നികുതികളും ഒഴിവാക്കാനാണ് പലരും ശ്രമിക്കുന്നത്. ഇത്തരം ലക്ഷറി ഇനങ്ങൾക്ക് വലിയൊരു തുക കസ്റ്റംസ് ഡ്യൂട്ടി അടയ്ക്കേണ്ടി വരും. അത് ലാഭിക്കാനും പിന്നെ ഒരുപക്ഷെ ഈ പേനകൾ മറിച്ചുവിറ്റ് കൂടുതൽ ലാഭമുണ്ടാക്കാനുമാകാം ഇങ്ങനെ ചെയ്യുന്നത്. ചിലപ്പോൾ ഇത് പേഴ്സണൽ കളക്ഷന് വേണ്ടിയാകാം, അല്ലെങ്കിൽ ഇതിന്റെ പിന്നിൽ ഒരു വലിയ സ്മഗ്ലിംഗ് നെറ്റ്വർക്ക് തന്നെ ഉണ്ടാകാം.